ഏകദേശം ഒരു 3 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനൊരു ഹോസ്പിറ്റലിലായിരുന്നു. കണ്ണ് തുറക്കുമ്പോൾ ചുറ്റും വെളുത്ത നിറം, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വെളുത്ത നിറമാണ്. ഞാൻ കിടക്കുന്നത് ഒരു സ്ട്രെച്ചറിലാണ്. അപ്പോഴാണ് ഒരു നഴ്സ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നത്, ജിതിൻ, നീ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ആക്ച്വലി ആ നിമിഷത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ കിടക്കുന്നത് ഹോസ്പിറ്റലിലാണെന്നും മുന്നിൽ നിൽക്കുന്ന നഴ്സിൻ്റെ വസ്ത്രധാരണം കണ്ട് അത് നഴ്സാണെന്നൊക്കെ അറിയാനുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു കഥ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ബോധമുള്ളപ്പോഴും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലാണ് എന്നുള്ളതാണ്. തികച്ചും അസംബന്ധമായ ചില അനുഭവങ്ങളിൽ ഞാൻ 100% വിശ്വസിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. കാരണം ഞാൻ പുള്ളിക്കാരിയോട് അൺകോൺഷ്യസ്ലി ദേഷ്യപ്പെടുന്നുണ്ട്. സിലൂറിയൻ ഹൈപ്പോത്തസിസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതിയതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ ഈ ഒരു സർജറിക്ക് വേണ്ടി പുറപ്പെടുന്നത്. ഈ സർജറി നടക്കുന്ന സമയത്ത് ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ക്ലാസ് തുടങ്ങാനുള്ള ഒരു ടൈമിൽ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് വേണം എനിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ സിലൂറിയൻ ഹൈപ്പോത്തസിസിനെ കുറിച്ച് നല്ല സ്ക്രിപ്റ്റൊക്കെ എഴുതി പഠിച്ചിട്ടും എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ആ ഒരു അനുഭവം ഞാൻ സർജറി ഹാളിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർമാരോടും അവിടെ നിൽക്കുന്നവരോടും പറയാൻ തുടങ്ങി. അതായത് എൻ്റെ സോണി ആൽഫ 6400 ക്യാമറയുടെ ഫോക്കസ് ശരിയല്ല, ലൈറ്റ് ഭയങ്കരമായിട്ട് കണ്ണിലടിക്കുന്നു. ഈ ലൈറ്റ് കണ്ണിലടിക്കുന്നു എന്ന് പറയുന്നത് ആ തിയേറ്ററിലെ സർജിക്കൽ ലൈറ്റ് കണ്ടിട്ടാണ്. അതിൻ്റെ എക്സ്പോഷർ കുറയ്ക്കണമെന്നൊക്കെ ഞാൻ ഡോക്ടറിനോട് വളരെ ഗൗരവമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മൂക്കിൻ്റെ പാലത്തിനൊരു വളവുണ്ട്. ശ്രദ്ധിച്ച് നോക്കി ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഇത് കുറച്ചുകൂടെ സിവിയർ ആയിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഈ സെപ്റ്റം സർജറി എന്ന് പറയും. സർജറിക്ക് മുമ്പായിട്ട് സാധാരണ നമുക്ക് വേദന തോന്നാതിരിക്കാൻ വേണ്ടി അനസ്തേഷ്യ നൽകും. അത് ഉറങ്ങുന്നൊരവസ്ഥയല്ല, ബട്ട് ചില ഇൻപുട്ടുകൾ ബ്രെയിനിലേക്ക് എത്താത്ത രീതിയിൽ മരുന്ന് അതിനെ തടയും. ഇത്തരം അനസ്തെറ്റിക് മരുന്നുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവ അംനെസ്റ്റിക്കായി പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതായത് ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ തലച്ചോറ് ഓർമ്മയായി സൂക്ഷിച്ചു വയ്ക്കില്ല. അതായത് നമ്മുടെ അനുഭവങ്ങളും അത് ഓർമ്മയായി മാറുന്ന പ്രക്രിയയും തമ്മിലുള്ള പാലത്തെ ഇത് മുറിച്ചു മാറ്റും എന്നുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും വിചിത്രമായ കാര്യം നടന്നത്. എൻ്റെ തലച്ചോറിൽ ആ സർജറി നടന്ന സമയത്തെ ഓർമ്മകളിൽ വലിയൊരു വിടവുണ്ടായിരുന്നു, ഒരു ബ്ലാങ്ക് സ്പേസ്. നമ്മുടെ തലച്ചോറിന് ഇത്തരം വിടവുകൾ അല്ലെങ്കിൽ ശൂന്യത ഒട്ടും ഇഷ്ടമല്ല. ഒന്നുകിൽ ഉറങ്ങിക്കിടന്നിട്ട് ഫുള്ള് ബ്ലാങ്ക് ആവണം, അല്ലെങ്കിൽ ഉണർന്നിരിക്കുമ്പോൾ തലച്ചോറിന് ഇൻപുട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അതല്ലാതെ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമ്മുടെ മനസ്സിന് കഴിയില്ല. അതുകൊണ്ട് ആ ഗ്യാപ്പ് നികത്താൻ വേണ്ടി എൻ്റെ ഉള്ളിലെ സ്റ്റേജ് മാനേജർ പെട്ടെന്നൊരു സെറ്റ് ഇട്ടു. കുറച്ച് നടന്മാരെ വിളിച്ചു, ഒരു തിരക്കഥ തന്നെ സൃഷ്ടിച്ചു. എന്നിട്ട് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കള്ളക്കഥ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ തലച്ചോറ് അവതരിപ്പിച്ചു. ഇത് എനിക്ക് സർജറി സമയത്ത് മാത്രമല്ല, ചില സമയങ്ങളിൽ ഞാൻ മയങ്ങുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി ഞാൻ സ്വപ്നം കാണും. അതിനുശേഷം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ സ്റ്റോറിയുടെ ബാക്കിയായിരിക്കും ഞാൻ കുറച്ച് നേരത്തേക്ക് അനുഭവിക്കുക. അതായത് തലേദിവസം കിടന്നുറങ്ങിയതിൻ്റെ ഹാങ് ഓവർ മാറി രാവിലെ എഴുന്നേൽക്കുകയാണ് എന്നതിന് പകരം ഉറക്കത്തിൽ ആരെങ്കിലും നിർബന്ധിപ്പിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചതോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്രൈം ചെയ്തതോ ആയിട്ടുള്ള സംഭവത്തിൻ്റെ ഷോക്കിലായിരിക്കും ഞാൻ ഉറക്കം എണീക്കുക. പിന്നെ കുറേ സമയം എടുക്കും. അതൊന്നും അല്ല റിയാലിറ്റി, ആക്ച്വലി അത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ. നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. ന്യൂറോ സയൻസിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് കോൺഫാബുലേഷൻ. നുണ പറയുക എന്നല്ല ഇതിൻ്റെ അർത്ഥം, മറിച്ച് ഓർമ്മകളിലെ വിടവുകൾ നികത്താൻ തലച്ചോറ് സ്വയം നിർമ്മിച്ചെടുക്കുന്ന വ്യാജമായ ഓർമ്മകളാണിവ. ആ നിമിഷം ആ കള്ളക്കഥയിൽ ഞാൻ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ കഥ പറഞ്ഞു തരുന്നത് വേറെ ആരുമല്ല, എൻ്റെ ബ്രെയിൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഹാലൂസിനേറ്റ് ചെയ്യുകയാണ്. ഇത് വെറും ഒരു മരുന്നിൻ്റെ റിസൾട്ടാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷെ ചിന്തിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. മരുന്നിൻ്റെ സ്വാധീനമില്ലാതെ തന്നെ നമ്മളെല്ലാവരും ഓരോ നിമിഷവും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എത്തിച്ചേർന്നാൽ എന്തുണ്ടാവും? രാവിലെ ഓഫീസിൽ ചെന്നപ്പോൾ ബോസ് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രണയം പരാജയപ്പെട്ടപ്പോൾ അതിനൊക്കെ നമ്മളോട് തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാരണങ്ങൾ എത്രത്തോളം റിയലിസ്റ്റിക് ആണ്. എനിക്ക് കണക്കറിയില്ല, ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല, ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വെറും കെട്ടുകഥകൾ മാത്രമാണെങ്കിലോ? നമ്മുടെ മനസ്സ് ഒരു വീഡിയോ ക്യാമറ പോലെയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുവെന്ന്. പക്ഷേ ന്യൂറോ സയൻസ് പറയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളൊരു ക്യാമറയല്ല, പകരം നമ്മളൊരു എഡിറ്ററാണ്. വെറും ഒരു എഡിറ്ററല്ല, തൻ്റെ കഥയിലെ നായകന് വേണ്ടി എന്ത് കള്ളത്തരവും പറയുന്ന അങ്ങേയറ്റം ബയസ്ഡായ പക്ഷപാതമുള്ളൊരു എഡിറ്റർ. ആ നായകനാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ. എൻ്റെ കാര്യത്തിൽ ഞാൻ. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ആദ്യം ദ ഇൻ്റർപ്രറ്റർ അഥവാ വ്യാഖ്യാതാവിനെ കുറിച്ച് അറിയണം. 1960കളിൽ മൈക്കൽ ഗസാനിക എന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻസിനെ കുറിച്ചൊരു പഠനം നടത്തി. അതായത് നമ്മുടെ തലച്ചോറിന് 2 വശങ്ങളുണ്ട്. ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോർപ്പസ് കലോസം ഉണ്ട്. ഈ ഒരു ഭാഗം മുറിച്ചു മാറ്റപ്പെട്ട ആളുകളിലായിരുന്നു പരീക്ഷണം.
അതായത് ഇടത്തെ ബ്രെയിനും വലത്തെ ബ്രെയിനും തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ തലച്ചോറിൻ്റെ ഇടത് ഭാഗത്തിന് വലത് ഭാഗം ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. ഗസാലിക ഒരു രോഗിയുടെ വലത് തലച്ചോറിനെ മാത്രം ഒരു മഞ്ഞ് വീഴ്ചയുടെ ചിത്രം കാണിച്ചു. ഇടത് തലച്ചോറിനെ ഒരു കോഴിയുടെ കാലും കാണിച്ചു. പിന്നീട് ചില ചിത്രങ്ങളിൽ നിന്ന് ഇതിനോട് യോജിക്കുന്നവ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഇടത് കൈ എന്ന് പറഞ്ഞാൽ വലത് തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ഭാഗം, ഒരു മഞ്ഞ് നീക്കുന്ന മൺവെട്ടിയാണ് സെലക്ട് ചെയ്തത്. എന്നാൽ വലത് കൈ, അതായത് ഇടത് തലച്ചോറ് നിയന്ത്രിക്കുന്ന ഭാഗം, ഒരു കോഴിയുടെ പടവുമാണ് തിരഞ്ഞെടുക്കുന്നത്. രണ്ട് ശരിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇടത്തെ തലച്ചോറ് വലത്തെ കൈയും വലത്തെ തലച്ചോറ് ഇടത്തെ കൈയാണ് നിയന്ത്രിക്കുന്നത്. ഞാനത് മുന്നേ പറയാൻ വിട്ടുപോയി. പക്ഷേ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മൺവെട്ടി എടുത്തത്? ഇവിടെയാണ് ട്വിസ്റ്റ്. സംസാരിക്കാനുള്ള കഴിവ് ഇടത് തലച്ചോറിനാണുള്ളത്. ഇടത് തലച്ചോറ് മഞ്ഞിൻ്റെ ചിത്രം കണ്ടിട്ടേ ഇല്ല. പക്ഷേ എനിക്കറിയില്ല എന്ന് ആ രോഗി പറഞ്ഞില്ല. പകരം അയാൾ ഉടനെ ഒരു കഥയുണ്ടാക്കി. അത് പിന്നെ കോഴിക്കൂട് വൃത്തിയാക്കാൻ മൺവെട്ടിയൊക്കെ വേണമല്ലോ. തലച്ചോറിൽ വിവരങ്ങൾ ഇല്ലാതിരുന്നിട്ടും അവിടെ ഒരു യുക്തി ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മനസ്സ് കാണിച്ച വേഗതയാണ് അവിടെ തെളിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് വ്യക്തമായ കാരണങ്ങൾ അറിയില്ലെങ്കിലും നമ്മുടെ തലച്ചോറ് ഉടനെ ഒരു കഥയുണ്ടാക്കി അതിനെ ന്യായീകരിക്കും. ഈ ന്യായീകരണങ്ങളാണ് പലപ്പോഴും നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത്. ഇനി ഓർമ്മയുടെ കാര്യത്തിലേക്ക് വരാം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞ എലിസബത്ത് ലോഫ്റ്റസ് പറയുന്നത് ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരു ലൈബ്രറി അല്ല, മറിച്ച് അതൊരു വിക്കിപീഡിയ പേജ് പോലെയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിൽ മാറ്റം വരുത്താം. ഞാൻ എവിടെയോ വായിച്ചത്, നമ്മൾ നമ്മുടെ ഒരു അനുഭവത്തെക്കുറിച്ച് ഒരാളോട് പറയുന്നു. നെക്സ്റ്റ് ടൈം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ അനുഭവത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മളത് ആരോടാണോ ആദ്യമായി പറയുന്നത് ആ പറഞ്ഞ ആളോട് പറഞ്ഞ അനുഭവമില്ലേ, അതിനെ ബേസ് ലൈൻ ആക്കിയിട്ടാണ് നമ്മൾ വീണ്ടും രണ്ടാമത് പറയാൻ പോവുക. അതായത് ലോഫ്റ്റസ് നടത്തിയ ഒരു പരീക്ഷണത്തിൽ ആളുകളെ ഒരു കാർ അപകടത്തിൻ്റെ വീഡിയോ കാണിക്കുകയുണ്ടായി. ശേഷം ഒരു വിഭാഗത്തോട് ആ കാറുകൾ തമ്മിലിടിച്ചപ്പോൾ എന്തായിരുന്നു വേഗത എന്ന് ചോദിച്ചു. അടുത്ത ആളുകളോട് അല്ലെങ്കിൽ അടുത്ത വിഭാഗത്തോട് കാറുകൾ തമ്മിൽ തകർന്നപ്പോൾ സ്മാഷ് ചെയ്തപ്പോൾ എത്രയായിരുന്നു വേഗത എന്ന് ചോദിച്ചു. സ്മാഷ് എന്ന വാക്ക് കേട്ടവർ കൂടുതൽ വേഗത പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരാഴ്ചയ്ക്ക് ശേഷം ആ വീഡിയോയിൽ ഇല്ലാത്ത പൊട്ടിയ ചില്ലുകൾ കണ്ടതായിട്ട് വരെ അവർ ഓർത്തെടുത്തു. അതായത് നമ്മുടെ തലച്ചോറ് ഓരോ നിമിഷവും പുറത്തുനിന്ന് കിട്ടുന്ന ഇൻപുട്ടുകൾ വെച്ച് ഓർമ്മകളെ മാറ്റി എഴുതാറുണ്ട്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിനെയാണ് നറേറ്റീവ് ഫാലസി എന്ന് വിളിക്കുന്നത്. മനുഷ്യർക്ക് എപ്പോഴും ഒരു കാരണം വേണം. കാര്യങ്ങൾ യാദൃച്ഛികമായി സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു വില്ലനെ കണ്ടെത്തും. ഒരു വില്ലൻ ഉള്ളപ്പോൾ കഥയ്ക്കൊരു സ്ട്രക്ചറുണ്ട്. ആ ഘടന നമുക്കൊരു തരം വ്യാജമായ സുരക്ഷിതത്വം തരും. ഈ കഥ പറച്ചിൽ നമ്മുടെ ബന്ധങ്ങളെയും വിശ്വാസത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. ഒരാളെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ജീവിതത്തെ നമ്മുടെ സ്ക്രിപ്റ്റിൽ നമ്മളൊരു പ്രധാന വേഷം കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രധാന വേഷമുണ്ട്. പക്ഷേ ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ സ്ക്രിപ്റ്റിലെ വില്ലൻ ആരാണ് എന്ന് തിരയുകയാണ്. അവർ എന്നെ ചതിച്ചു, അവർ എന്നെ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ പോകും നമ്മുടെ വിലാപം. ഇവിടെ നമ്മളൊരു അൺറിലയബിൾ നറേറ്ററായി മാറുകയാണ്. നമ്മളൊരു കഥ പറയുമ്പോൾ അത് ഞാൻ ശരിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം മാത്രമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ പാർട്ട്ണർ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്ന് പരാതിപ്പെടുന്ന ഒരാൾ താൻ പങ്കാളിയോട് കാണിച്ച പരുഷമായ പെരുമാറ്റം ആ കഥയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റും. പാർട്ട്ണറാകട്ടെ തൻ്റെ ജോലിക്കിടയിലെ ടെൻഷൻ കാരണം ഫോണിൽ അഭയം പ്രാപിക്കുന്നത് ന്യായീകരിക്കുകയും ചെയ്യും. രണ്ടുപേരും പറയുന്നത് അവരുടെ ഭാഗത്തെ സത്യങ്ങളാണ്, പക്ഷേ അത് പകുതി സത്യം മാത്രമാണ്. ബാക്കി പകുതി ഈഗോയും ഭയവും ചേർത്ത് മറച്ചു പിടിച്ചിരിക്കുകയാണ്. മറ്റൊരാൾ വില്ലനായി കാണുമ്പോൾ നമുക്ക് അയാളോട് ദേഷ്യം തോന്നും. ആ ദേഷ്യം നമ്മളിൽ നിന്ന് പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല. കാരണം ആ ദേഷ്യമാണ് നമ്മളെ ആ കഥയിലെ നല്ലവനായി നിലനിർത്തുന്നത് അല്ലെങ്കിൽ നല്ലവളായി നിലനിർത്തുന്നത്. എന്നാൽ കൊലപാതകം, ബലാത്സംഗം പോലെയുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളെ എങ്ങനെയാണ് ഈ കഥ പറച്ചിൽ കൊണ്ട് നേരിടുക? ഇവിടെ നമ്മളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഒരു കാര്യത്തെ മനസ്സിലാക്കുക മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക എന്നുള്ളതും ഒരു കാര്യത്തെ ന്യായീകരിക്കുക അതായത് ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്, രണ്ട് സെപ്പറേറ്റ് ധ്രുവങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികളെല്ലാം തന്നെ അങ്ങേയറ്റം വികലമായ കഥകൾ തങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നവരാണ്. ഒരു കുറ്റവാളിയും കണ്ണാടിയിൽ നോക്കി താൻ വില്ലനാണെന്ന് പറയാറില്ല. മറിച്ച് സമൂഹം എന്നെ ഇങ്ങനെയാക്കിയെന്നോ അവർ അത് അർഹിക്കുന്നു എന്നോ അങ്ങനെയുള്ള ക്രൂരമായ ന്യായീകരണങ്ങളാണ് തലച്ചോറ് പടച്ചുവിടുക. ഇരയാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ കുറ്റവാളി തൻ്റെ പ്രവൃത്തിയിലൂടെ ഇരയോട് പറയാൻ ശ്രമിക്കുന്നൊരു കഥയുണ്ട്. നീ ഒന്നുമല്ല, നിനക്കിനി ഒരു ഭാവിയില്ല. ആ ഇര തൻ്റെ ജീവിതം മുഴുവൻ ഞാൻ തകർന്നു പോയി എന്ന സ്ക്രിപ്റ്റിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ അവിടെ ആ കുറ്റവാളി വീണ്ടും ജയിക്കുകയാണ്. അവിടെയാണ് നറേറ്റീവ് എഡിറ്റിംഗ് ഒരു വിമോചനമാകുന്നത്. അതൊരു ക്രൂരതയെ ഇല്ലാതാക്കുന്നില്ല, പക്ഷേ ആ ക്രൂരതയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബാക്കി കൂടി നശിപ്പിക്കാൻ അധികാരം നൽകുന്നില്ല. എനിക്ക് നേരെ ഒരു ക്രൂരത നടന്നു, പക്ഷേ ആ അനുഭവത്തിൻ്റെ മുകളിൽ ഞാൻ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കും എന്ന് ഒരാൾ തൻ്റെ കഥ മാറ്റി എഴുതുമ്പോൾ അയാൾ തൻ്റെ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കുകയാണ്. നമുക്ക് വിക്ടർ ഫ്രാങ്കൽ എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ കാര്യം നോക്കാം.
നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അതിക്രൂരമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. തൻ്റെ ചുറ്റുമുള്ളവർ കൊല്ലപ്പെടുമ്പോഴും താൻ മൃഗത്തെപ്പോലെ പീഡിപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹം വലിയൊരു സത്യം കണ്ടെത്തി. നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ തടയാം, എന്നെ ഉപദ്രവിക്കാം, പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ എന്നോട് തന്നെ പറയുന്ന ആ കഥയെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. തൻ്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടെന്നും ഈ നരകയാതനയ്ക്കിടയിലും തനിക്ക് തൻ്റെ റെസ്പോൺസ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചു. ആ ഒരു നറേറ്റീവാണ് അദ്ദേഹത്തെ ജീവനോടെ നിലനിർത്തിയത്. അതുകൊണ്ട് വലിയ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കഥ മാറ്റുക എന്ന് പറയുന്നത് കുറ്റവാളിയെ രക്ഷിക്കലല്ല, മറിച്ച് കുറ്റവാളി അടിച്ചേൽപ്പിച്ച ആ ഇര എന്ന വേഷം വലിച്ചെറിഞ്ഞ് സ്വന്തം ജീവിതത്തിൻ്റെ തിരക്കഥ വീണ്ടും കയ്യിലെടുക്കലാണ്. തിന്മ ചെയ്യുന്നവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് വികലമായ ന്യായീകരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ ന്യായീകരണങ്ങൾ സത്യമല്ലെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നമ്മൾ സത്യമെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വെറും വ്യാഖ്യാനങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുന്നതാണ് ഇതിൻ്റെ കോർ കാതൽ. ഒരു കൊലപാതകം നടന്നു എന്നത് ഒരു ഫാക്റ്റാണ്. പക്ഷേ ആ ഫാക്റ്റിന് ചുറ്റും കുറ്റവാളിയും ഇരയും സമൂഹവും നിർമ്മിക്കുന്ന കഥകളാണ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് എന്നതാണ്. പക്ഷേ പീറ്റർ ജൊഹാൻസൺ നടത്തിയ ചോയ്സ് ബ്ലൈൻഡ്നെസ് എന്നൊരു പരീക്ഷണമുണ്ട്. അതിതിനെ പൊളിച്ചെടുക്കുന്ന ഒന്നാണ്. ഒരാൾക്ക് 2 ഫോട്ടോകൾ കാണിച്ചു കൊടുക്കുന്നു. അതിൽ കൂടുതൽ ഭംഗിയുള്ളത് തിരഞ്ഞെടുക്കാൻ പറയുന്നു. അയാൾ ഒന്ന് തിരഞ്ഞെടുത്തു. പക്ഷേ ഒരു ചെറിയ മാന്ത്രിക വിദ്യയിലൂടെ റിസർച്ചർ അയാൾ തിരഞ്ഞെടുക്കാത്ത ഫോട്ടോ അയാൾക്ക് നൽകിയിട്ട് ചോദിക്കുന്നു, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്? വിചിത്രം എന്ന് പറയട്ടെ, ഭൂരിഭാഗം ആളുകളും തങ്ങൾ തിരഞ്ഞെടുത്ത ഫോട്ടോയല്ല ഇതെന്ന കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടിയ ആ ഫോട്ടോയിലെ ആളുകളുടെ കണ്ണുകൾ കൊള്ളാമെന്നും ചിരി കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് തൻ്റെ സെലക്ഷൻ ഇതാണ് എന്ന് വിചാരിച്ച് അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അബദ്ധത്തിൽ എടുത്തുപോയ തീരുമാനങ്ങളെ പോലും പിന്നീട് നമ്മൾ ന്യായീകരിച്ച് അതാണ് ശരിയെന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കും. അത് മാറ്റാൻ തയ്യാറാകില്ല. മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഡാൻ മക്ആഡംസ് ഇതിനെക്കുറിച്ച് വർഷങ്ങളോളം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം കണ്ടെത്തിയത് മാനസികമായി കരുത്തുള്ള ആളുകൾ അവരുടെ ജീവിതത്തെ ഒരു റിഡംഷൻ കഥയായിട്ടാണ് കാണുന്നത് എന്നാണ്. അതായത്, എനിക്കൊരു വലിയ പരാജയം ഉണ്ടായി, പക്ഷേ അതിലൂടെയാണ് ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചത് എന്ന രീതിയിൽ അവർ കഥയെ മാറ്റി എഴുതുന്നു. എന്നാൽ നിരാശയിലിരിക്കുന്നവരാവട്ടെ അവരുടെ ജീവിതത്തെ കണ്ടാമിനേഷൻ സ്റ്റോറി ആയിട്ട് കാണും. അതായത്, എനിക്ക് നല്ല അവസരം കിട്ടി, പക്ഷേ അതെൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന രീതിയിൽ അവർ നല്ലതിനെ പോലും മോശമായി വ്യാഖ്യാനിക്കും. ഒരേ സംഭവം, പക്ഷേ നമ്മളത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു എന്നതിലാണ് ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഇല്ലേ? നമുക്ക് മികച്ച എഡിറ്റർമാരാകാൻ ചില ടൂളുകളുണ്ട്. ഒന്നാമത്തേതാണ് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്. നമ്മളെപ്പോഴും നമ്മുടെ കഥയിലെ ഇരയായിട്ടാണ് ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ശത്രുവിൻ്റെ കണ്ണിലൂടെ ഈ കഥയെ നോക്കിയാൽ അതെങ്ങനെയിരിക്കും? അയാൾ എന്തിനായിരിക്കും നിങ്ങളോട് അങ്ങനെ ചെയ്തത്? അയാളുടെ ജീവിത സാഹചര്യം എന്തായിരിക്കും? അയാളെ ഒരു വില്ലൻ എന്നതിലുപരി ഒരു സാധാരണ കഥാപാത്രമായി കണ്ടാൽ നിങ്ങളുടെ ആ സിനിമ എങ്ങനെ മാറും? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കഥയിലെ വില്ലൻ പതുക്കെ ഇല്ലാതാകുന്നതായിട്ട് കാണാം. സോ ഈ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റിനെ കുറിച്ചും സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്നതിനെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് നുണകളൊക്കെ തന്നെ പ്രചരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു കാര്യത്തെ എങ്ങനെ സയൻറ്റിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യണം, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം, എങ്ങനെ അതിനെ അനലൈസ് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഹൗ ടു ഡെവലപ്പ് എ സയൻറ്റിഫിക് മൈൻഡ് സെറ്റ് എന്നുള്ള രീതിയിലാണ് കോഴ്സ് വരിക. അല്ലെങ്കിൽ ബുൾഷിറ്റ് ഡിറ്റക്ടർ, തെറ്റുകളെ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം എന്ന് പറയുന്ന രീതിയിൽ ആ കോഴ്സ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ താഴെ ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് courses.jrstudioedu.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തീർച്ചയായിട്ടും ഉപയോഗപ്രദമാവും. ഇനി രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നതാണ് ഫാക്ട് ചെക്കിംഗ്. അതും ഞാൻ എൻ്റെ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും, ഞാൻ എന്നും പരാജയമാണ്, ആരും എന്നെ സ്നേഹിക്കില്ല എന്നൊക്കെ. അവിടെ ഒരു ഫാക്ട് ചെക്ക് നടത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ വിജയിച്ചിട്ടില്ലേ? ഒരാളെങ്കിലും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലേ? ആ ഒരു മാറ്റം മതി നിങ്ങളുടെ നെഗറ്റീവ് കഥകളെ പൊളിക്കാൻ. ഞാൻ എന്നും പരാജയമാണ് എന്നതിന് പകരം എനിക്ക് ചില പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ വിജയിച്ച സന്ദർഭങ്ങളുമുണ്ട് എന്ന് മാറ്റി എഴുതുക. മൂന്നാമത്തെ കാര്യം, ഈ കഥ കൊണ്ട് എനിക്ക് എന്ത് ലാഭമാണ് ഉള്ളത് എന്ന് ചോദിക്കുക എന്നതാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പഴയ ഓർമ്മ നിങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ കഥ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? അത് നിങ്ങളെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുണ്ടോ? എങ്കിൽ അത് മാറ്റി എഴുതാൻ സമയമായി. എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്നതിന് പകരം എൻ്റെ മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയാത്ത സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നൊരു വ്യക്തിയായി ഞാൻ വളർന്നു എന്ന് കഥ മാറ്റി എഴുതുക. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലവ ആഴ്ചകൾ കൊണ്ട് മാറും, ചിലത് വർഷങ്ങൾ കൊണ്ട് മാറും. സോ നമ്മുടെ ചിന്തകൾ മാറുന്നുണ്ട്, ഓർമ്മകൾ മാറുന്നുണ്ട്. നിങ്ങളെ പഴയ നിങ്ങളായി നിലനിർത്തുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന കഥകൾ മാത്രമാണ്. ആ കഥ മാറ്റിയാൽ നിങ്ങളും മാറിക്കഴിഞ്ഞു. അവസാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മളെല്ലാവരും എന്നെങ്കിലും ഒരിക്കൽ മരിച്ചു പോകുന്നവരാണ്. നമ്മുടെ ജീവിതം എന്നത് ഒരു ലിമിറ്റഡ് സീരീസാണ്. അതിന് കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ മരണം എന്ന് പറയുന്ന സത്യം നമ്മളെ ഭയപ്പെടുത്തുകയല്ല ചെയ്യേണ്ട, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കഥയുടെ മികച്ച എഴുത്തുകാരനാകാനായിട്ട് നമുക്ക് പറ്റണം.
ഒരു മരണവാർത്ത എഴുതപ്പെടുമ്പോൾ അതിൽ നമ്മളൊരു വില്ലനായിട്ടാണോ അതോ സ്വന്തം ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നായകനായിട്ടാണോ ചരിത്രത്തിൽ അറിയപ്പെടേണ്ടത്? ആ ഭയപ്പെടുത്തുന്ന വെളുത്ത ഹോസ്പിറ്റൽ മുറിയിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം ഇതാണ്. ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് ഒരുപക്ഷെ ചെയ്യാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് എൻ്റെ മനസ്സൊരു കഥയുണ്ടാക്കിയിരിക്കും. പക്ഷേ മരുന്നിൻ്റെ ലഹരി മാറിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ തലച്ചോറ് പറയുന്നത് എല്ലാം സത്യമല്ല എന്ന്. നിങ്ങളുടെ തലച്ചോറും നിങ്ങളെ എന്നും കഥകൾ പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും, രക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ കഥകൾ കേൾക്കുക. എന്നാൽ ആ കഥയെ കണ്ണടച്ച് വിശ്വസിക്കരുത്. കാരണം പേന നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ പീസായ കാര്യങ്ങൾ ജീവിതത്തിൽ നല്ല സ്റ്റോറീസായി ഡിഫൈൻ ചെയ്ത് റീഡിഫൈൻ ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള ആളുകളായി മാറുക. മാത്രമല്ല, ഞാനീ പറയുന്നത് പോലെയുള്ള കഥകൾ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് റീച്ച് കിട്ടണം, അതിന് നിങ്ങൾ വർത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രെയിനിങ് തരാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ JR യൂട്യൂബ് മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും താഴെയുണ്ട്. അല്ലെങ്കിൽ courses.jrstudio.edu.com സന്ദർശിക്കുക. അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ പുതിയ കഥകളും അനുഭവങ്ങളും പുതിയ കാഴ്ചപ്പാടുകളായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.